ഫ്രണ്ട്സ്, വണ്ടി ടൊയോട്ട ഇന്നോവയാണ്. ഇന്നോവ 2013 മോഡൽ വണ്ടിയാണ്. വണ്ടി 1,37,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1,03,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെന്യൂൺ മറ്റേ കിലോമീറ്ററാണ്. കമ്പനി സർവീസാണ്. നിപ്പോണിൽ തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി വൈബ്രേഷൻ, കുറേ സൗണ്ടുകളാണ് കസ്റ്റമർക്ക് മെയിനായിട്ടുള്ള കംപ്ലയിൻറ്റ്. പിന്നെ ക്ലച്ച് പെഡൽ നല്ലോണം ഹാർഡുണ്ട്. മൗണ്ടിൻ്റെ പോയൊരു ഫീലിംഗ് നല്ലോണം കിട്ടുന്നുണ്ട്. ഫുൾ ചെക്കപ്പ് ഉണ്ട്. നമുക്ക് കംപ്ലീറ്റ് ഫുള്ളായി ചെക്ക് ചെയ്തിട്ട് എന്തെല്ലാം ഉണ്ടോ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാനാണ് കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, ഇടുന്ന ഓരോ പാർട്സും ഒറിജിനൽ തന്നെ ഇട്ടാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് പാർട്സ് മാറുകയാണെന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ കമ്പനിയിൽ ചെയ്യുന്ന വണ്ടിയാണ്. എല്ലാം ജെന്യൂൺ പാർട്സ് ഇട്ട് ചെയ്യുന്ന വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതേ ഒരു ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് വണ്ടി പണിതെടുക്കാം. എല്ലാ സൗണ്ടുകളും, ഒരുപാട് സൗണ്ടുകളുണ്ട്. അവിടെ നിന്നായിട്ട് ചെറിയ ചെറിയ സൗണ്ടുകൾ, കറപറ എന്നുള്ളൊരു സൗണ്ടുകൾ നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് പക്കാ ക്ലിയർ ആയിട്ട് പാർട്സുകൾ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒറിജിനൽ പാർട്സ് തന്നെ ഇട്ടിട്ട് എല്ലാ കംപ്ലയിൻറ്റും നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാം. തന്നെ ഡാഷ്ബോർഡ് സ്മെല്ല്, ഔട്ട്സൈഡ് സ്മെല്ല് ഉള്ളിലേക്ക് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കമ്പനിയിൽ കാണിച്ചപ്പോഴും കമ്പനി അവർ ഇത് കംപ്ലയിൻ്റ് ഇല്ല എന്നാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കതൊന്ന് അഴിച്ചു നോക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. അതിൽ കംപ്ലയിൻറ്റ് ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം ഞാൻ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതും കൂടെ നമുക്കിതിനകത്ത് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നോവ ഫുള്ളായി ചെക്ക് ചെയ്തപ്പോൾ ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് സസ്പെൻഷൻ പാർട്സിനൊന്നും കംപ്ലയിൻറ്റ് ചെയ്തും ഒന്നും തന്നെ ഇല്ല. ബാക്കിൽ കസ്റ്റമർ തൂക്കി അടിക്കണമെന്നൊരു കംപ്ലയിൻ്റാണ് പറഞ്ഞത്, റഫായിട്ട്. ഇതിലിപ്പോൾ വൈബ്രേഷൻ്റെ കാര്യത്തിൽ നമുക്ക് എഞ്ചിൻ മൗണ്ടും ഗിയർ ബോക്സ് മൗണ്ടും എന്തായാലും മാറ്റണം. അതുപോലെ തന്നെ ക്ലച്ച് നല്ലോണം ഹാർഡുണ്ട്, അപ്പോൾ അതും ചെയ്യണം. ഗിയർ ബോക്സ് മൗണ്ടും മാറ്റണം. പിന്നെ ബാക്കിൽ മറ്റേ സ്റ്റാർ ജോയിൻ്റോ കാര്യങ്ങളൊന്നും കംപ്ലയിൻ്റ് ഇല്ല, പക്കാ നീറ്റ് തന്നെയാണ്. ഈ സൈഡ് ലാക്ട്രോഡ് ബുഷ് ഈ സൈഡ് മാറിയിട്ടുണ്ട്. പക്ഷേങ്കിൽ ഈ സൈഡ് ചെറിയൊരു ക്രാക്ക് അതിനകത്ത് കാണുന്നുണ്ട്. നമ്മൾ മൈൻസിട്ട് തിക്കുമ്പോഴും അത് പൊട്ടിയ പോലെയാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു ഷാഫ്റ്റിൻ്റെ റാഡിൻ്റെ നമുക്ക് ബുഷ് മാത്രം ഒന്ന് മാറ്റി വിടാം. ബാക്കിയെല്ലാം ഓക്കെ തന്നെയാണ്. വണ്ടിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ക്ലച്ചും മാറണം. അതുപോലെ തന്നെ നമുക്ക് ഡാഷ്ബോർഡ് ഇറക്കി സ്മെല്ല്, പിന്നെ മെയിനായിട്ട് നമുക്ക് ബോഡി സൗണ്ടാണ് ഇതിനകത്ത് കസ്റ്റമർ പറയുന്നത്. അപ്പോൾ അതും കൂടെ നമുക്ക് നോക്കി ക്ലിയർ ആക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ വണ്ടിയിൽ മാറ്റിയത് ക്ലച്ച് സെറ്റ് കംപ്ലീറ്റ് ആയിട്ട് പോയി, തേഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് പോയി. ഒറിജിനൽ ക്ലച്ച് സെറ്റാണ് ഇരിക്കുന്നത് ടൊയോട്ടയുടെ. അതല്ലേ, നമ്മൾ ക്ലച്ച് സെറ്റ് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ എഞ്ചിൻ മൗണ്ടും ഗിയർ ബോക്സ് മൗണ്ടും നമ്മൾ ഒറിജിനൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഗിയർ ബോക്സ് മൗണ്ട് ഉണ്ടായിരുന്നത് അത് ഏകദേശം 1,389 രൂപ എമൗണ്ട് വരുന്നുണ്ട്. അതുപോലെ ഗിയർ ബോക്സ് മൗണ്ട് നമ്മൾ ഈ ബ്രാക്കറ്റ് അടക്കം കംപ്ലീറ്റ് സെറ്റാണ് എടുത്തിരിക്കുന്നത്. അതിന് റേറ്റ് ഒരു 1000 രൂപ കൂടുതലാവും. നമ്മൾ സെറ്റ് ഫുള്ളായിട്ടാണ് എടുത്തിരിക്കുന്നത്. 3,656 രൂപ റേറ്റ് വരുന്നുണ്ട്. 2 സെറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ മൗണ്ട് വീക്കാകുമ്പോഴാണ് കൂടുതൽ നമുക്ക് ബോഡി വൈബ്രേഷൻ നല്ലവണ്ണം ഫീൽ ആവുന്നത്. അല്ലേ, ചില വണ്ടികളിലൊക്കെ ഈ മൗണ്ട് ഫുള്ളായിട്ട് പൊട്ടി നിൽക്കും, ഈ ഭാഗങ്ങളിൽ പൊട്ടി നിൽക്കും. ഇതിപ്പോൾ വീക്കായിട്ടാണ്. ഇപ്പോൾ നമ്മൾ അത് ചെയ്തതുകൊണ്ട് വണ്ടി ഇപ്പോൾ ഓടിക്കാൻ തന്നെ വല്ലാത്തൊരു സ്മൂത്താണ്. നമുക്ക് ഈ ക്ലച്ചും കാര്യങ്ങളും എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്തപ്പം പക്ക വണ്ടി സ്മൂത്തായി. ഓടിക്കാൻ തന്നെ നല്ലൊരു ഫീലിംഗ് ആണ്. എന്ന് വെച്ചാൽ ഒരു കച്ചറ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പക്ക സ്മൂത്താണ്. അപ്പോൾ നമ്മുടെ ഇന്നോവയുടെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് മെയിനായിട്ട് ഒരു റഫ്നെസ് ഫീലിംഗ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ചെയ്തത് ക്ലച്ച് സെറ്റ് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റാർ ജോയിൻറ്റ്, അതിൻ്റെ ഗിയർ ലിവറിൻ്റെ ബുഷ്, നമ്മൾ ക്ലച്ച് ഇട്ടിരിക്കുന്നത് ലൂക്കാണ്, റിലീസ് ബെയറിംഗ് ഓയി, അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ സസ്പെൻഷനിലെ ബുഷ് കിറ്റ് കംപ്ലീറ്റ് നമ്മൾ ഒറിജിനൽ തന്നെ ഇതിനകത്ത് കയറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ കസ്റ്റമർക്ക് വേറൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നത് ഔട്ട്സൈഡ് സ്മെല്ല് വരണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഡാഷ്ബോർഡ് ഇറക്കി അതിലുള്ള സ്പോഞ്ചും കാര്യങ്ങളും അതുപോലെ തന്നെ നെറ്റും വെച്ച് അവിടെ പക്കയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഡാഷ്ബോർഡിൻ്റെ സൗണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫ്രണ്ട് ഡോർ അടിക്കുമ്പോൾ ഫ്രണ്ട് ബമ്പർ എന്നൊരു സൗണ്ട്, അങ്ങനെ എല്ലാം ഒരു ചെറിയ ചെറിയ മൈന്യൂട്ട് കാര്യം തന്നെ. പക്ഷേ എല്ലാം കസ്റ്റമർക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരുന്നു. അത് കംപ്ലീറ്റ് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടി ഓടിക്കാൻ തന്നെ ഇപ്പോൾ പക്ക സ്മൂത്താണ്. റഫ് റോഡിൽ കൊടുക്കുമ്പോൾ ഒരറ്റ അനക്കില്ല. ഇപ്പോൾ പക്ക ഫ്രീ ആയിട്ട്, ഒരു ചെറിയൊരു നോയ്സ് പോലും ഇല്ല. എല്ലാം നോർമലാണ്. കറക്റ്റ് എന്താ പറയുക, ഒരു ഗിലിഗിലിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ക എല്ലാം ചെയ്ത് റെഡി ആക്കിയപ്പോൾ എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ഒരു ബെൽറ്റിൻ്റെ നോയ്സ് പോലും നമുക്ക് മെയിനായിട്ടൊക്കെ വരുന്നത് സീറ്റ് ബെൽറ്റിൻ്റെ ഹോൾഡറിൻ്റെ നോയ്സൊക്കെയാണ് കൂടുതലായിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ഇതിനകത്ത് ഒരു ഇളക്കില്ല.
കാരണം വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ അത്രത്തോളം കെയർ ചെയ്ത് ഓടിക്കുന്ന വണ്ടിയാണ്, നീറ്റായിട്ട് കൊണ്ടു നടക്കുന്ന വണ്ടിയാണ്. അതേപോലെ തന്നെ നമ്മൾ നീറ്റായിട്ട് ചെയ്തും കൊടുത്തിട്ടുണ്ട് പക്കയായിട്ട്. പിന്നെ ടയർ പ്രഷർ മാത്രം ചെറുതായിട്ട് കൂടുതലുണ്ടെന്നൊരു സംശയം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടയറിൻ്റെ ഒരു റഫ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു പുതു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് മാത്രം ഒരു ഫീലിംഗ് ഉള്ളൂ. ബാക്കി എല്ലാം വണ്ടി പക്ക പെർഫെക്റ്റ് ആണ്. അതുപോലെ തന്നെ ക്ലച്ചിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ലൂക്കായിട്ടിരിക്കണമെങ്കിൽ നമുക്ക് കാലിലേക്ക് നല്ല ഫ്രീ ആണ്. അതുപോലെ വീൽ അലൈൻമെൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്ത് പക്ക റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഇട്ട പാർട്സുകൾ കംപ്ലീറ്റും A to Z നമ്മൾ എന്തെല്ലാം മാറ്റിയിട്ടുണ്ടോ ആ സാധനമൊക്കെ നമ്മൾ ഒറിജിനൽ പാർട്സ് ആയിട്ട് തന്നെ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്.